എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. ബട്ടർ ചിക്കൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, സോ അത് റെഫർ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഒപ്പം സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണം. അത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ വിട്ടുപോയതാണ്. നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്യുന്നത്. പുളിയില്ലാത്ത തൈര് എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ടും ഇട്ട് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കുക. അത് ചൂടായി വരുന്ന നേരത്ത് സവാള വരട്ടിയെടുക്കണം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിന് വരെ വരട്ടിയെടുക്കുക. സവാള നന്നായി സോട്ടായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. രണ്ട് 3 മിനിറ്റിന് ശേഷം അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. 2 തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ സവാളയിലേക്ക് ആഡ് ചെയ്യാം. ഇനി തക്കാളി നന്നായി വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. തക്കാളി നന്നായി സോഫ്റ്റ് ആൻഡ് മാഷി ആകുമ്പോൾ അതിലേക്ക് ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ജീരകമോ ആഡ് ചെയ്യാം. ശേഷം കൊറിയാൻഡർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽ മുളകോ അതല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം വറ്റി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു മിക്സിയിലിട്ട് നന്നായി ഫൈൻ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. മസാല ഉണ്ടാക്കിയെടുത്ത അതേ പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ചേർക്കാം. ആ ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കണം. മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ആ ചില്ലി പൗഡറും മസാലയും നന്നായി മിക്സായി വരണം. ഇപ്പോൾ ഇത് ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് തിളയ്ക്കാനായി കാത്തിരിക്കാം. ഈ സമയത്ത് കൂടുതൽ ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല നന്നായി തിളച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് വേവിക്കണം. ആ മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ആ മസാല നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവസാനമായി നമുക്ക് കസൂരി മേത്തി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കസൂരി മേത്തിയും ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ ഫ്ലേവേഴ്സൊക്കെ നന്നായി പിടിക്കാനാണ്. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.